ഹായ് മക്കളെ, സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആദ്യത്തെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ എക്സാമിന് സഹായകരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കുക. ഇത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാലും ഉറപ്പായിട്ടും നിങ്ങൾ നിറയെ മാർക്ക് വാങ്ങി പാസ്സാകുന്നുള്ള കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുന്നു. പഠിക്കാൻ നമുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് തുടങ്ങാൻ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക്. ഫസ്റ്റ് വൺ, അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങൾ എന്നുള്ള 13ാമത്തെ ചാപ്റ്റർ, ആൾട്ടർനേറ്റീവ് സെറ്റേഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ എന്ന് പറഞ്ഞിരുന്ന സോവിയറ്റ് യൂണിയനും അമേരിക്കയുണ്ട്. അതിൽ കോൾഡ് വാർ അവസാനിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ കോൾഡ് വാറിൻ്റെ അവസാനത്തിന് കാരണമായത് സോവിയറ്റ് യൂണിയൻ്റെ പതനമാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നിന്ന് മനസ്സിലാക്കി. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരേ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ അതായത് അമേരിക്കയുടെ സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തി മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെതിരെ പൊരുതാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് ഗ്രൂപ്പുകൾ, അതായത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരിക്കലും അമേരിക്കയെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ പേര് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അമേരിക്കയെ ഒന്ന് തടയാൻ പറ്റും, പ്രതിരോധിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങൾ ആരംഭിച്ച ഒരു കൂട്ടായ്മകളെക്കുറിച്ചാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അതിൽ ഇപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന എപ്പോഴാണ് രൂപം കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യമായി 1948 തന്നെ OEEC എന്ന പേരിൽ, യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന എന്ന പേര്, അതായത് ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ എക്കണോമിക് കോപ്പറേഷൻ, പിന്നെ കൗൺസിൽ ഓഫ് യൂറോപ്പ്, യൂറോപ്യൻ കോമൺ മാർക്കറ്റ്, യൂറോപ്യൻ യൂണിയൻ എന്ന പേരിൽ, അതായത് 1948 തുടങ്ങിയ യാത്ര 1992 യൂറോപ്യൻ യൂണിയൻ എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊള്ളുന്നതിന് വഴിതെളിയിച്ചു. അപ്പോൾ അതിൻ്റെ ഓർഡർ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായത് 1948 OEEC, 1949 കൗൺസിൽ ഓഫ് യൂറോപ്പ്, 1957 EEC, 1992 EU, അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഈ 4 സംഘടനകളുടെ രൂപീകരണത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഇതിൽ നമുക്കൊരു 4 പോയിൻ്റുകൾ ചെറുതായിട്ടൊന്ന് പഠിച്ചെടുക്കാനുണ്ട്. അതായത് മാർഷൽ പ്ലാൻ അനുസരിച്ച് 1948 യൂറോപ്യൻ സാമ്പത്തിക സഹകരണത്തിനുള്ള സംഘടന രൂപം കൊള്ളുകയുണ്ടായി. അതായത് മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആർക്കാണോ സാമ്പത്തിക സഹായം ആവശ്യമായി വരുന്നത് അവരെ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപം നൽകപ്പെടുന്ന സംഘടനയാണ് നമ്മൾ മാർഷൽ പ്ലാൻ അനുസരിച്ചുള്ള സംഘടന എന്ന് പറയുന്നത്. അതായത് ആർക്ക് പണം, ഇപ്പോൾ 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഒട്ടുമിക്ക ശക്തികളും എന്ത് ചെയ്തു കഴിഞ്ഞു? സാമ്പത്തികമായി പാപ്പരായി കഴിഞ്ഞു. അങ്ങനെ സാമ്പത്തികമായി പാപ്പരായ രാജ്യങ്ങളെ കഴിയുന്നത്ര സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ രൂപം നൽകിയതാണ് ഈ മാർഷൽ പ്ലാൻ എന്ന് പറയുന്ന ശക്തി. അപ്പോൾ ആ മാർഷൽ പ്ലാൻ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശക്തി കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങിയെടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുക എന്നാഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തിന് സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറായി വന്ന് ഇവർ അതുപോലെ തന്നെ രൂപം കൊണ്ട ഒരു സംഘടനയാണ് യൂറോപ്യൻ എക്കണോമിക് ഓർഗനൈസേഷൻ അതായത് സാമ്പത്തിക സഹകരണ സംഘടന. അപ്പോൾ ഇതിൽ വ്യാപാര സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ സഹകരിച്ച്, അതായത് ഒരു രാജ്യത്തിന് ആവശ്യം വരുമ്പോൾ മറ്റു രാജ്യങ്ങൾ കൂടെ നിന്ന് സഹകരിക്കും. 1949 ഇത് യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സഹകരണ വേദിയായിട്ട് മാറി. അത് കഴിഞ്ഞ 1957 അത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. അതായത് സാമ്പത്തികമായി സമൂഹത്തിൻ്റെ രൂപീകരണത്തിലേക്ക് അത് വഴിതെളിയിച്ചത് എന്താ വെച്ചാൽ, യൂറോപ്യൻ പാർലമെൻറ്റൊക്കെ രൂപം കൊണ്ട് കഴിഞ്ഞപ്പോൾ അത് പൊതു കമ്പോളമായി തന്നെ, അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. പിന്നീട് ഇത് 1992 യൂറോപ്യൻ യൂണിയൻ എന്ന പേരിലേക്ക് വന്നു. അതായത് വിദേശ നയം, സെക്യൂരിറ്റി, ജുഡീഷ്യറി, ഇൻ്റേണൽ അഫയേഴ്സ്, അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സംഘടന രൂപം കൊള്ളുകയും ചെയ്തു.
അപ്പോൾ തുടക്കത്തിൽ ഇതൊരു സാമ്പത്തികമായിരുന്നു, പിന്നീട് അതിലേക്ക് രാഷ്ട്രീയം കയറി വന്നു, പിന്നീട് അതിലേക്കൊരു കൂട്ടായ്മ, വ്യാപാര കൂട്ടായ്മയുണ്ടായി. അവസാനം അതിന് സ്വന്തമായിട്ടൊരു പതാകയും ദേശീയ ഗാനവും സ്ഥാപക ദിനവും കറൻസിയും എല്ലാം നിലവിൽ വരികയും മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾക്ക് പൊതുവായ വിദേശ നയവും പ്രതിരോധ നയവും ഒക്കെ കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയന് പക്ഷേ യൂറോപ്യൻ യൂണിയനെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് പ്രാവർത്തികമായി വരണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയന് തങ്ങളുടെ പല അധികാരങ്ങളും വിട്ടുകൊടുക്കാൻ പല രാജ്യങ്ങളും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇവിടെ നിന്നൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ യൂറോ എന്ന് പറയുന്ന കറൻസിയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ കറൻസിയുടെ പേരെന്ത് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയൻ്റെ കറൻസിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ യൂറോ എന്ന് പറയും. നമുക്കിനി അറിയേണ്ടത് യൂറോപ്യൻ യൂണിയൻ്റെ സാമ്പത്തികമായ വശങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, നയതന്ത്ര, സൈനിക ശക്തികളെക്കുറിച്ചാണ് നമുക്കിതിലുള്ളത്. അപ്പോൾ അതിൽ സാമ്പത്തികം എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂറോപ്യൻ യൂണിയന് യൂറോ എന്നൊരു കറൻസി ഉണ്ട്. ലോക വ്യാപാരത്തിൽ, വേൾഡ് ട്രേഡിൽ അമേരിക്കയുടേതിനേക്കാൾ 3 ഇരട്ടി അതിന് കച്ചവടം നടന്നു വരുന്നുണ്ട്. സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളത് ഇത് വഴി തെളിയിക്കുന്നു. അതുപോലെ ഏഷ്യ, ആഫ്രിക്ക രാജ്യങ്ങളുമായിട്ടും യൂറോപ്പിന് നല്ല കണക്ഷൻ ഉണ്ട്, നല്ല ബന്ധമുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ടും ഇവർക്ക് നല്ല ബന്ധം സാധിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയന് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ്. ഇപ്പോൾ ബ്രിട്ടൻ അതിൽ നിന്നും പുറത്തു വരാനുള്ള നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് ബ്രിട്ടനും ഫ്രാൻസും ഇതിലെ അംഗമായിരുന്നു. അപ്പോൾ ആ ബ്രിട്ടനും ഫ്രാൻസും ഇതിലെ അംഗമാണ് എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബ്രിട്ടനും ഫ്രാൻസും UNOയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പേഴ്സാണ്, സ്ഥിര അംഗങ്ങളാണ്. അപ്പോൾ UNOയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പേഴ്സ് ആയതുകൊണ്ട് എന്താ പ്രത്യേകത ചോദിച്ചാൽ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പേഴ്സിന് ഉള്ള എല്ലാ അധികാരങ്ങളും, വീറ്റോ പവർ ഉൾപ്പെടെയുള്ള അധികാരങ്ങൾ അമേരിക്കയ്ക്കുണ്ട്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുണ്ട്. ഇവിടെ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ തന്നെ ഈ രാജ്യങ്ങൾ രണ്ടും ഒരു ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഒരു പരിധിവരെ യൂറോപ്യൻ യൂണിയൻ്റെ ശക്തിയാണ്. അതായത് അമേരിക്കയെയും സോവിയറ്റ് യൂണിയനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ ഈ അധികാരം, വീറ്റോ പവർ അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ UNOയിലെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിര അംഗം അല്ലാത്ത ആൾക്കാരും ഈ സംഘടനയിലെ അംഗമാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ചൈനയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ചൈനയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന കാര്യങ്ങളെയും ഒക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം. പിന്നെ സൈനിക ശക്തിയായിട്ട് കണക്കാക്കിയെടുത്താൽ അമേരിക്കയുടേതിന് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്ത് നിൽക്കാൻ യൂറോപ്യൻ യൂണിയന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്ക എത്ര രൂപയാണോ സൈന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അതിൻ്റെ അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ തന്നെയാണ്. അമേരിക്കയുടെ കയ്യിൽ അണവായുധങ്ങളുണ്ട്, സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലും അണവായുധങ്ങളുണ്ട്. അതേപോലെ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കയ്യിൽ അണവായുധങ്ങളുണ്ട് എന്നുള്ളതും, അണവായുധ പുരകൾ ധാരാളമായി ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ സ്പേസിലും ടെക്നോളജിയിലും കമ്മ്യൂണിക്കേഷനിലും ബഹിരാകാശം, സാങ്കേതിക വിദ്യ, വാർത്താവിനിമയം തുടങ്ങിയ കാര്യങ്ങളിലുമെല്ലാം യൂറോപ്യൻ യൂണിയൻ ഒരു 2nd പ്ലേസ് എടുക്കുന്നു എന്നതും യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പക്ഷേ 2016 മുതൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പിന്മാറാനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു വരുന്ന ആ നടപടിക്രമത്തിനെയാണ് നമ്മൾ ബ്രെക്സിറ്റ് എന്ന പേരിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ബ്രിട്ടൻ പുറത്തേക്ക്, അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ട് പിന്മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ആ 4 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ശരി, ഇനി നമുക്ക് അടുത്ത് ആസിയാൻ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചാണ്. ആസിയാൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്, മറക്കരുത്, അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ഈ ആസിയാനിലെ അംഗരാജ്യങ്ങളുടെ പേര് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഞാനിതിൽ വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ, അത് മാത്രം പഠിച്ചു വയ്ക്കുക. ആസിയാൻ്റെ ഫുൾ ഫോം, പൂർണ്ണരൂപം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. അതിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് മ്യാൻമർ, തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്. ഇനി ഇതിലേക്ക് പിന്നീട് ജപ്പാനും മറ്റു രാജ്യങ്ങളും അവരൊക്കെ അതിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിലേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് 1967 ഓഗസ്റ്റ് 8-നാണ്.
ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജക്കാർത്തയാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ജക്കാർത്തയാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ആസിയാൻ്റെ ആസ്ഥാന നഗരമേത് ചോദിച്ചാൽ ജക്കാർത്ത എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ അംഗരാജ്യങ്ങളെ പറഞ്ഞു നമ്മൾ. ലാവോസ്, മ്യാൻമാർ, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ലാവോസ്, വിയറ്റ്നാം, ബ്രൂണൈ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതിൽ അംഗമാണ്. ഇനി ഈ ആസിയാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസിയാൻ 2 കാര്യങ്ങളാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയൻ പോലെ വലിയൊരു സംഭവമൊന്നുമല്ല. ഇതിൻ്റെ പ്രത്യേക സംവിധാനം എന്ന് പറയുന്നത് ആസിയാൻ വേ എന്നാണ്. അതായത് അനൗപചാരികവും സഹകരണാത്മകവുമായ ചർച്ചകളിലൂടെയാണ് ഇത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ആസിയാൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആസിയാൻ 3 പില്ലേഴ്സിന് രൂപം നൽകിയിട്ടുണ്ട്. ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയും, ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയും, ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റിയും. ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. മറക്കരുത് ആ 3 പില്ലേഴ്സും. അത് 3 ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ, അത് പഠിച്ചു വയ്ക്കാം. അതായത് ദ 3 പില്ലേഴ്സ് ഓഫ് ആസിയാൻ കമ്മ്യൂണിറ്റി. 3 സ്തംഭങ്ങളേവ ആസിയാൻ സമൂഹത്തിൻ്റെ എന്ന് ചോദിച്ചാൽ, ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയും, ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. മറക്കരുത് ആസിയാൻ സുരക്ഷാ സമൂഹം, സാമ്പത്തിക സമൂഹം, സാമൂഹിക സാംസ്കാരിക സമൂഹം. അത്രയും പഠിച്ചു വയ്ക്കുക ആ 3 കാര്യങ്ങൾ. അത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ആസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. പിന്നെ തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണ് ആസിയാൻ. 1967 ഓഗസ്റ്റ് 8 ഇത് സ്ഥാപിതമായത്. ജക്കാർത്തയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇതിന് 3 പില്ലറുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക, മറക്കരുത്. ഇനി നമുക്ക് ഈ ആസിയാൻ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് വീക്ഷണം 2020, അതായത് വിഷൻ 2020 എന്നുള്ളത്. അപ്പോൾ അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻസിനായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ FTA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആസിയാൻ്റെ ഭാഗം. അത് ആസിയാൻ സാമ്പത്തിക സ്വതന്ത്ര വ്യാപാര മേഖല സൃഷ്ടിക്കുക. ആസിയാൻ ലോകത്തിലെ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര മേഖല സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് FTA എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്കറിയേണ്ടത് ലോകത്തിലെ അമേരിക്കയ്ക്കെതിരായിട്ട് നമ്മൾ ഏറ്റവും വലിയ ശക്തികളായി കാണുന്ന ആസിയാനും യൂറോപ്യൻ യൂണിയനും കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ സ്ഥാനത്തേക്ക് വരുന്ന മറ്റൊരു രാജ്യമാണ് ജപ്പാൻ. മറ്റുള്ളവരൊക്കെ ഗ്രൂപ്പാണ്. യൂറോപ്യൻ യൂണിയൻ ഒരു ഗ്രൂപ്പാണ്, ആസിയാൻ ഒരു ഗ്രൂപ്പാണ്. പക്ഷേ ചൈന ഒരൊറ്റയ്ക്കുള്ള ഒരു രാജ്യമാണ്. ഇവിടെ നിന്ന് നമുക്ക് 2-3 1 വേർഡ് ക്വസ്റ്റ്യനും ഒപ്പം ഒരു essay ക്വസ്റ്റ്യനും ചോദിക്കാം. ദ റൈസ് ഓഫ് ദ ചൈനീസ് എക്കോണമി, ചൈനയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞിട്ട് ബൈ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ essay ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇനി അധികം വൈകാതെ ഒരു 15 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2040 എന്ന വർഷം എടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ശക്തിയായി മാറും ചൈന എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് 1948 ശേഷം മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവമൊക്കെ നടന്നതിന് ശേഷം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ ഒരു ജനകീയ റിപ്പബ്ലിക്കൻ ചൈന നിലവിൽ വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന പദവി ചൈന നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ നല്ലൊരു അതായത് കമ്മ്യൂണിസ്റ്റ് മാതൃകയിലുള്ള ചൈനയുടെ വളർച്ച, സോവിയറ്റ് മാതൃകയിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയായിട്ട് അത് വളർന്നു വന്നു. സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്നത് പോലെ തന്നെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപം നൽകാൻ അവർ തീരുമാനിച്ചു. അതിന് കമാൻഡ് സിസ്റ്റം എന്നാണ് ചൈനയുടെ സമ്പദ് വ്യവസ്ഥ അറിയപ്പെട്ടിരുന്നത്. അതായത് ആജ്ഞാധികാര സമ്പ്രദായമുള്ള രാജ്യം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയേണ്ടത് ഇവിടെ ഒരുപാട് കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ടെക്നോളജിയിലും സൈനിക രംഗത്തുമൊക്കെ ചൈനയുടെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ചൈനയുടെ സാമ്പത്തിക വളർച്ചകൾ 4 പരിഷ്കാരങ്ങൾ എന്ന പേരിലാണ് അന്ന് ചൈനയെക്കുറിച്ച് ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചൗ വെൻലായ് 1970കളിൽ ചൈനയുടെ അമേരിക്കയുമായുള്ള ബന്ധത്തെ തുടർന്ന് ചൈന 4 പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആ 4 പരിഷ്കാരങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് എഴുതി വയ്ക്കാൻ അറിയണം. 1970കളിൽ ചൈനീസ് നേതൃത്വം നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും 1972 ചൈന അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കുകയും അതോടുകൂടി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കലായിട്ടുള്ള ഒറ്റപ്പെടൽ അവസാനിപ്പിച്ചുകൊണ്ട് റിഫോംസുകൾ കൊണ്ടുവരികയും ചെയ്തു. 4 റിഫോംസുകൾ
നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ആ 4 റിഫോംസുകളാണ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ടെക്നോളജി ആൻഡ് ദി മിലിറ്ററി. അതായത് കൃഷി, വ്യവസായം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സൈനിക മേഖലകളിൽ കൊണ്ടുവന്നത്. ഈ പരിഷ്കാരത്തെയാണ് നമ്മൾ 4 പരിഷ്കാരങ്ങൾ അഥവാ 4 റിഫോംസ് എന്ന പേരിൽ ചൗ എൻലായ് കൊണ്ടുവന്നത്. പിന്നീട് ഡെങ് സിയാവോപിങ് എന്ന പ്രസിഡന്റ്, ചൈനയുടെ 1978 പ്രസിഡൻ്റാണ് ഡെങ് സിയാവോപിങ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ചൈനയുടെ പുരോഗതിക്ക് വേണ്ടി കൊണ്ടുവന്ന പരിഷ്കരണ പ്രസ്ഥാനമാണ് സാമ്പത്തിക നയ പരിഷ്കാരമാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന പേരിൽ അറിയപ്പെടുക. അതായത് വിദേശത്തു നിന്നുള്ള മൂലധനവും സാങ്കേതിക വിദ്യയും സ്വീകരിച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുക. അതായത് ചൈന സോവിയറ്റ് യൂണിയനെ പോലെ ഓപ്പൺ ഡോർ ഷോക്ക് ചികിത്സയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൃഷിയെ സ്വകാര്യവൽക്കരിക്കുക. അതുപോലെ കമ്പോളത്തിന് തുറന്നു കൊടുത്തുകൊണ്ടുള്ള ചൈനീസ് വ്യാപാരങ്ങൾ കാർഷിക മേഖല ആരംഭിച്ചു. സെസ് എന്ന പേരിൽ പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ മാത്രം സ്വതന്ത്ര വ്യാപാരം ആരംഭിച്ചുകൊണ്ട് ചൈന വിദേശികൾക്ക് തുറന്നു കൊടുക്കുന്ന, അതായത് ചൈനയിൽ പണം ഇറക്കാൻ വിദേശികളെ സ്വാധീനിക്കുന്ന ഒരു സാമ്പത്തിക പരിപാടികൾക്ക് ചൈന തുടക്കം കുറിക്കുകയും ചെയ്തു. അതായത് ചൈനയെ മാത്രം ആശ്രയിക്കുന്നതിനും ചൈനയ്ക്ക് വേണ്ടി മാത്രം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനും പകരം ലോകരാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്ന സാമ്പത്തിക നയ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകാൻ സാധിച്ചു. ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ ധാരാളം വിദേശ രാജ്യങ്ങളെ ചൈന ആകർഷിച്ചു. ചൈനയിലേക്ക് ധാരാളം വിദേശ രാജ്യങ്ങൾ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. ചൈനയുടെ കയ്യിൽ ഫോറിൻ കറൻസികളുടെ അളവ് കൂടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കും വിദേശ രാജ്യങ്ങളിൽ ഡെപ്പോസിഷൻ നടത്താൻ സാധിക്കുന്നു. അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും ചൈനയ്ക്ക് കഴിയുന്നു എന്നതൊരു വലിയ നേട്ടമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ചൈന അധികം വൈകാതെ ലോകത്തിലെ, പക്ഷേ ചൈനയിൽ എന്തൊക്കെ പുരോഗതികളുണ്ടെങ്കിലും നമുക്ക് പറയാം 10 കോടി തൊഴിലാളികൾ ഇപ്പോഴും തൊഴിലില്ലാത്തവരാണ്. സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങൾ അവിടെ വളരെ മോശമാണ് എന്നൊക്കെ നമ്മൾ വ്യത്യാസമുണ്ട്. അതുപോലെ ജപ്പാൻ, അമേരിക്ക, ആസിയാൻ, റഷ്യ എന്നിവയുമായി ചൈനയ്ക്ക് ബന്ധം ഉണ്ട് എന്ന് പറയുന്നതിനൊപ്പം തന്നെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു എന്നതൊരു വലിയ സത്യമാണ്. അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചൈന ഉള്ളത്. ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, നമ്മൾ 1948 മുതൽ ചൈന ജനകീയ റിപ്പബ്ലിക്കായ മുതൽ ഇന്ത്യ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ അംഗീകാരം നൽകുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ചൈന. അതുപോലെ തന്നെ ഈ ചൈന വിശ്വാസം, അതായത് ചൈന ഒരിക്കലും ഇന്ത്യയെ ആക്രമിക്കില്ല, ചൈന ഒരിക്കലും ഇന്ത്യയെ തോൽപ്പിക്കില്ല, ഇന്ത്യക്ക് എല്ലാ സഹായവും ഉണ്ടാകും ചൈനയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച് ആ പ്രതീക്ഷയ്ക്ക് മാത്രം മങ്ങലേൽപ്പിച്ചുകൊണ്ട് 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന യുദ്ധം കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മളുടെ അകൽച്ചയ്ക്ക് വഴിതെളിയിച്ചു. എങ്കിലും പിന്നീട് അതായത് ആ ഒരു ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് ഹിന്ദി ചീനി ബായി ബായി എന്ന ഒരു ജനകീയ സ്ലോഗൻ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ആ സ്ലോഗൺ മങ്ങലേൽപ്പിക്കുന്നതായിരുന്നു 1962 യുദ്ധം. പക്ഷെ അത് കഴിഞ്ഞ് 1962 കഴിഞ്ഞ് 1976 വരെ നമ്മൾ ജസ്റ്റ് ഒരു പേരിന് ബന്ധമൊക്കെ ആയിരുന്നു. പിന്നീട് 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധി അധികാരമേറ്റ ശേഷം 1988 ഡിസംബറിൽ രാജീവ് ഗാന്ധി ചൈന സന്ദർശിക്കുകയും വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ കരാറുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ ഇന്ത്യ ചൈന അതിർത്തിക്കിടയിലുള്ള 4 ചുരങ്ങൾ, 4 മൗണ്ടെയിൻ പാസസ് നമ്മൾ കച്ചവടത്തിനായിട്ട് തുറന്നു കൊടുത്തു. അങ്ങനെ കുറച്ച് സഹായങ്ങളും കാര്യങ്ങളും മത്സരങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ആഗോളതലത്തിലെ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ആണവ പരീക്ഷണങ്ങൾ 1998 ആണവ പരീക്ഷണങ്ങൾ, ന്യൂക്ലിയർ എക്സ്പ്ലോഷനൊക്കെ നടത്തിയത് ചൈനയുടെ ഭീഷണിക്ക് ഭയന്നിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇരു രാജ്യങ്ങളും നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു വരുന്നുണ്ട്. ഗതാഗത വാർത്താവിനിമയ, അതായത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിലായാലും പൊതു സാമ്പത്തിക കാര്യങ്ങളിലായാലും ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധം സ്ഥാപിച്ചെടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ആസിയാൻ വേയും ആസിയാൻ വിഷനും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഡെങ് സിയാവോപിങ് എന്ന് പറയുന്നത് ഓപ്പൺ ഡോർ പോളിസിയാണ്, മറക്കരുത്. അതുപോലെ പഞ്ചശീല പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ചൗവൻഡയാണ്. അതുപോലെ പീസ് ആൻഡ് ട്രയാങ്കുലിറ്റി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നല്ല
പഞ്ചശീല പ്രിൻസിപ്പിൾസ് രാജീവ് ഗാന്ധിയുമായിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും വാക്കുകൾ രാജീവ് ഗാന്ധിയുടെ ഭരണങ്ങൾ, പഞ്ചശീല തത്വങ്ങൾ, ഓപ്പൺ ഡോർ പോളിസി, പീസ് ആൻഡ് ട്രയാങ്കുലിറ്റി, ചൗവൻലാൽ, ഡെങ് സിയാവോപിങ്, ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇവരെന്താണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ മറക്കാതെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ 14ാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ അവിടെ നമുക്ക് സാർക്ക് എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. സാർക്ക്, അതിലെ അംഗരാജ്യങ്ങൾ ആരൊക്കെയാണ്, സാർക്കിൻ്റെ പ്രത്യേകത എന്താണ്, ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ് എന്നുള്ളത് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓഡിയോ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക, പരീക്ഷയ്ക്ക് പ്രിപ്പയർഡ് ആവുക. ഉറപ്പായിട്ടും നമുക്ക് വീണ്ടും കാണാം. പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചെടുക്കുക.